ഈ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയണേ അമ്മ. എന്നെ അമ്മയല്ലേ ഈ കണ്ടല്ലൂരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ഏത് വർഷമാ? 2017 കേട്ടോ. 2019 ബന്ധം ഒഴിയുന്നത്. 2018 വിളിച്ചുകൊണ്ട് പോരുന്നത്. 2019 ബന്ധം ഒഴിയുന്നത്. എന്തുവാ അമ്മ അവിടെ എന്ത് കാരണത്താല എന്നെ അവിടെ നമ്മ വിളിച്ചോണ്ട് പോകുന്നത്? ആണല്ലോ. ഇവൻ എന്തിനാ എന്നെ ആശുപത്രി കൊണ്ടുവരുന്ന കാരണം എന്തുവാ? എന്തോ SI പറഞ്ഞത്? കൊച്ചിനെ വിടരുത്, ഒരു മരുന്നും കൊടുക്കരുത്, കൊച്ചിന് യാതൊരു അസുഖവും ഇല്ല, അതുകൊണ്ട് ഈ കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകുന്നതിനോട് പറഞ്ഞത് ആണല്ലോ. അതുപോലെ എന്തുവാ ഇവിടുന്ന് ഞാൻ 2014 ഇവന്റെ വീട്ടിൽ പോയത്. 2014 ഇവൻ എന്തുവാ അവൻ ഷിനു എന്ന് പറയുന്ന അങ്ങനെ വല്ലോ അമ്മ വിളിച്ചോണ്ട് പോകുന്നത്. അവന്റെ വീട്ടിൽ നിന്നല്ലേ എന്നെ ഈ വിളിച്ചോണ്ട് പോകുന്നത്? അതല്ലോ. ഇതല്ലയോ കാരണം? അവൻ നമ്മൾ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയവൻ പോലീസുകാർ തന്നെയല്ലയോ തുണി പോലും എടുക്കാതെ അങ്ങ് വീട്ടിൽ പൊക്കോളാന്നല്ലയോ അവര് പറഞ്ഞത്? പേടിച്ച് പറഞ്ഞില്ലയോ? എന്നിട്ട് നമ്മൾ ഇവന്റെ വീട്ടിൽ പോയി എന്റെ തുണിയും കൊണ്ടല്ലയോ പോരുന്നത്? ആണല്ലോ ഈ ബിജുപി എന്ന് പറയുന്നവൻ. അവന് എന്തോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഇവൻ എന്റെ സ്വത്തൊക്കെ അടിച്ച് മാറ്റണം. പിന്നെന്തോ ഇവന്റെ ഉദ്ദേശങ്ങൾ? ഇവന്റെ എല്ലാം സ്വത്തൊക്കെ പോയെന്ന് പറയുന്നു. ഇവന്റെ സ്വത്തെല്ലാം പോയില്ലയോ? 6 ഏക്കർ എല്ലാവരും പറയുന്നു ഇവന്റെ പോയി. ഇവന്റെ അനിയൻ കണ്ടവരുടെ പെരപ്പുറത്ത് കിടക്കുന്നു. പിന്നെ ഇവൻ കണ്ടവരുടെ 5-6 പേരുടെ വീട്ടിൽ ഒന്നിച്ചുള്ള ഷെയറിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇവന്റെ കയ്യിൽ ഒരു കുന്തവും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുപോലെ ഇപ്പൊ എന്റെ എന്തോ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ ഇങ്ങനെ ഇവൻ നടക്കുക. അപ്പൊ ഇവനെന്തോ ഈ കുട്ടനുമായിട്ട് ഇവനെന്തോ ബന്ധം? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ കുട്ടൻ എന്തോ ഈ ബിജുപി ഇവൻ പറയുന്നത് എന്തോ എപ്പോഴും ഇവനെന്തോ ഉദ്ദേശം എന്തോ? ഈ സുബ്രഹ്മണ്യന്റെ ഉദ്ദേശം എന്തുവാ? അത് കഴിഞ്ഞ് ഞാൻ ബന്ധം ഒഴിഞ്ഞത് ഏത് കോടതി വഴിയാമ്മേ? ഫാമിലി കോടതി. അവിടെ നിന്നല്ലേ ബന്ധം ഒഴിഞ്ഞു പോകുന്നത്? അങ്ങനല്ലേ ബന്ധം ഒഴിഞ്ഞു പോരുമല്ലായിരുന്നോ? ഇവനുമായിട്ടുള്ള ബന്ധമല്ല കഴിഞ്ഞ്. പിന്നെ ഈ സുബ്രഹ്മണ്യൻ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ആരാ കോടതിയെ ചോദ്യം ചെയ്യാൻ? ഇവൻ സുബ്രഹ്മണ്യൻ ആരാക്കോ എന്തോ സുപ്രീം കോടതി വല്ലോ ആണ് ഇവൻ. ഈ ബന്ധം ഒഴിഞ്ഞ അവന്റെ പേര് പറഞ്ഞ് നിന്റെ ഇതൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാൻ ഈ സുബ്രഹ്മണ്യൻ എന്താണ് അവകാശം? ഇവൻ ആരാ? സുബ്രഹ്മണ്യൻ ആരാ? കൊടുക്കാനാ? അല്ല ഇവനെന്തോ എപ്പോഴും നമ്മളെ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മുക്കുമിനോട് സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഈ പോകുന്നത്. ഇവനങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി അന്നേരം. ഞാനിത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ഇവൻ പോകുമ്പോൾ ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഏതാണ്ടെല്ലാം പറഞ്ഞ് ഇവനെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് വ്യക്തമായിട്ടുണ്ട്. അതിന് കൊടുക്കാനാ? അല്ല ഇവനെന്തോ നമ്മളെ ഇല്ല ഇവനാരാ നമ്മളെ നിയന്ത്രിക്കാൻ? ഈ സുബ്രഹ്മണ്യന് ഇവനാരാ? ഇവൻ സുപ്രീം കോടതി വല്ലോ ആണ് ഇവൻ? ഇവനാണെന്തോ ഫാമിലി കോടതിയുടെ അങ്ങേ അറ്റത്തുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിയാണോ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ? ഇവനാരാ നമ്മളെ ചോദ്യം ചെയ്യാന്? ഇവൻ ആരാ നമ്മളെ ചോദ്യം ചെയ്യുന്നത്? ഇവൻ എന്താ ഇവൻ ആരാ നമ്മളെ ചോദ്യം ചെയ്യുന്നത്? ഇവൻ പണ്ട് ഇവന്റെ മോൻ ഇതുവഴിയേ ഇതുപോലെ പാതിരാത്രിക്ക് ഇങ്ങനെ നടത്തുക. പിന്നെ ഇവൻ കുറേയൊക്കെ ഇവൻ പാതിരാത്രിക്ക് നടന്നു വെച്ച് ഇവന്റെ മോനെ ഇങ്ങനെ നടത്തി വെച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതാണ് കഥകളുണ്ടാക്കുക. അതെനിക്ക് കഥകളുണ്ടാക്കുക. ഇത് കേൾക്കണമല്ലോ. കഥകളുണ്ടാക്കുക. ഇവനാരാ ഈ കഥകളുണ്ടാക്കാൻ എന്നെ കുറിച്ച്? ഇപ്പോഴും ഇവൻ ഇങ്ങനെ ഇതുവഴി പോകുമ്പോ ഇവൻ ഏതാണ്ട് ഒരു കുരുടൻ ഇങ്ങോട്ട് വരുന്നു. കഥ ഏതവൻ ഇവിടെ വരുന്നത്? ഇവിടെ വല്ലവരും വരുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നെ ഇവനെന്തോ ഇങ്ങനെ അനാവശ്യമായി? അല്ലെ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും അവന്റെ വീട്ടുകാരും ഈ സദാനന്ദ മന്ദിരത്തിലെ സോമരാജനൊക്കെ കണ്ട കഷണ്ടിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് എന്താ നിനക്ക് വേണോന്നൊക്കെ ചോദിക്കാൻ. ഇവൻ ആരാ? ഇവൻ എന്റെ രക്ഷകർത്താവ് അല്ലേ ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ? എനിക്ക് പ്രായമില്ല എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ. പിന്നെ ഇവനൊക്കെ ആരാ എന്റെ രക്ഷകർത്താവായി ചമയാൻ? അതിൽ SNDP വരുന്നവരൊക്കെ നമ്മുടെ എന്തുവാ വല്ലവരും ആണോ?
SNDP വരുന്നവനെയൊക്കെ ഇവിടോട്ട് വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു SNDP-ക്കാരൻ? ഒരു ബന്ധവും ഇപ്പൊ ഇല്ല, ആ യാതൊരു ബന്ധവും ഇല്ല. എന്തോ SNDP-ക്കാരെന്തോ ഇവിടെ വല്ലതും വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കാര്യമില്ല. പിന്നെന്തോ ഇങ്ങനെ കുറെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറെ കഥകളൊക്കെ ഓരോ അവളുമാരും അവന്മാരും ഉണ്ടാക്കുന്നത്? എന്തോന്ന് ആർക്കറിയാം, നമുക്കറിയാം. നമ്മൾ അതിനെ അതുപോലെ ഞാൻ അമ്മ 2 മണിയാകുമ്പോഴല്ലേ ഇച്ചിരി ചോറുണ്ടുന്നത്? ആണോ അല്ലയോ? നമ്മൾ എന്തെങ്കിലും തിന്നുമ്പോഴത്തേന് ഇവിടോട്ട് ഇങ്ങനെ കിഡ്നിയിലോട്ട് ഇങ്ങനെ അടിച്ച് വെള്ളം ഇങ്ങനെ എന്തുവാ ഇതാക്കുക. എന്തോ ഇവന്മാർക്ക് രോഗം, നമുക്കൊന്നും തിന്നാൻ പറ്റത്തില്ല. ഭയങ്കര രോഗങ്ങൾ, നമ്മുടെ മുഖത്തിങ്ങനെ വെള്ളം കെട്ടിക്കുക, മുഖം വീർപ്പിക്കുക. എന്തോ അത് ഇനി വേണോ കറിയമ്മയ്ക്ക്? ഇവരെന്തോ ഇവന്മാര് വെള്ളം ഇങ്ങനെ എന്തോ നമ്മുടെ മുഖത്തോട്ട് ഇതാക്കുന്നത്? പറയുന്ന ചീത്ത എന്തൊരു ചീത്ത അറിയാൻ വയ്യാത്ത ഒരു പട്ടി അവന്. അത്ര മര്യാദ കെട്ടവനാ. തൊണ്ട ആരാ തള്ളാണെന്ന് അവനറിയത്തില്ല. അവള് കണ്ടില്ലയോ പിന്നെ പപ്പക്കെട്ടുമായിട്ട് പോയത്, അമ്മായിയപ്പനെ സ്വീകരിക്കാം കല്യാണത്തിന് മുമ്പ് പപ്പക്കെട്ടുമായിട്ട് പോയത്. അതറിയാമോ? മതി മതി. അതുപോലെ ഞാൻ അമ്മയുടെ സഹോദരി രാജമ്മയുടെ വല്ല ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഇവരെന്തോ രമേശ് കുമാർ പറഞ്ഞു. രമേശ് കുമാർ ആണോ എന്തോ? രമേശ് കുമാർ എന്തോ അനാവശ്യം പറയുന്നത്. ഈ ഇവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് ഒട്ടും പറയുന്നത് കേട്ടോണ്ട് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇവിടെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. രമേശ് ഇവൻ പറയുന്നത് കേട്ടോണ്ട് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. രമേശ് കുമാർ ഇവെന്തോ എന്തോ രാജമ്മയുടെ എന്തോ വാങ്ങിച്ചത്. രാജമ്മ ഇവിടെ വന്ന് നിന്ന് നമ്മൾ വല്ല കാശും വാങ്ങിച്ചോ? ഞാൻ 10 പൈസയും വാങ്ങിയിട്ടില്ല. പിന്നെന്തോ ഈ പറയുന്നത് ലക്ഷങ്ങൾ വാങ്ങിച്ചു, മറ്റേത് വാങ്ങിച്ചു, മറിച്ചേ വാങ്ങിച്ചു, എന്തോ ഈ പറയുന്നത്? അവൻ വേറെ പണിയുണ്ട്. ഇവരിങ്ങനെ കണ്ടവരുടെ തെണ്ട് നടന്ന് നടക്കുവാ. ഇപ്പം കണ്ടവരുടെ എല്ലാം പറിച്ച് അടക്കുന്നവനവന്. അവൻ തന്തിനാരി പറഞ്ഞ നമുക്കിപ്പോൾ നിർത്താനൊക്കെ ഇവനെ അതുകൊണ്ട് കേസ് കൊടുക്കാനാ ഞാൻ പറയുന്നത്. അത് കൊടുക്കാം. അങ്ങനെ ഇവനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാൽ ഒക്കത്തില്ല. തീർച്ചയായും